മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന മമ്മൂട്ടി നായകനാകുന്ന പുതിയ ചിത്രവും അണിയറയിൽ ഒരുങ്ങുകയാണ്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പൂജ ഇന്ന് രാവിലെ കഴിഞ്ഞിരിക്കുകയാണ്. ചിത്രങ്ങൾ പങ്കുവച്ച് നടി ലെനയാണ് വാർത്ത പുറത്തുവിട്ടത്. ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഗൗതം വാസുദേവ് മേനോന്റെ മമ്മൂട്ടി ചിത്രത്തിൽ നയൻതാരയായിരിക്കും നായികയെന്നാണ് റിപ്പോർട്ടുകൾ. ഗോകുൽ സുരേഷും ഒരു നിർണായക കഥാപാത്രമായി ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുണ്ട്. എന്തായിരിക്കും പ്രമേയം എന്ന് വ്യക്തമല്ല. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന 6ാമത്തെ ചിത്രം കൂടിയാണിത്. വൈശാഖ് ഒരുക്കിയ ടർബോ എന്ന ചിത്രത്തിന്റെ സൂപ്പർ വിജയത്തിനു ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം വലിയ താരനിരയാണ് അണിനിരക്കുന്നത്. ഗോകുൽ സുരേഷ്, ലെന, സിദ്ദിഖ്, വിജയ് വെങ്കടേഷ്, വിജയ് ബാബു എന്നിവരാണ് ഇതിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരുന്നത്. വിഷ്ണുദേവ് ക്യാമറ ചലിപ്പിക്കുന്ന ഈ ചിത്രത്തിന് സംഗീതം പകരുന്നത് ദർബുക ശിവയാണ്. ആന്റണി എഡിറ്റിംഗ് നിർവഹിക്കുന്ന ഈ ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ, കോ-ഡയറക്ടർ പ്രീതി ശ്രീവിജയൻ, ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് എന്നിവരാണ്. വിവാഹത്തിന് ശേഷം ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞ് ലെന അഭിനയിക്കുന്ന സിനിമ കൂടിയാണിത്. കോമഡിക്കും പ്രാധാന്യമുള്ള ഒരു ക്രൈം ത്രില്ലറായാണ് ഈ ചിത്രം ഒരുങ്ങുന്നതെന്നാണ് സൂചന. ഏതായാലും ആവേശമുയർത്തുന്ന പ്രൊജക്റ്റാണ് മമ്മൂട്ടി ചിത്രം എന്നാണ് അഭിപ്രായങ്ങൾ. അതേസമയം മലയാളിയാണെങ്കിലും ഗൗതം വാസുദേവ് മേനോൻ ഇതുവരെ ഒരു മലയാള സിനിമ സംവിധാനം ചെയ്തിട്ടില്ല. തമിഴ് ലോകത്ത് സൂപ്പർ ഹിറ്റ് സംവിധായകൻ എന്ന പേര് നേടിയ ഗൗതം തെലുങ്കിലും ഹിന്ദിയിലുമെല്ലാം ആ വിജയം എത്തിച്ചിട്ടുണ്ട്. മമ്മൂട്ടിക്കൊപ്പം ഗൗതം പുതിയ സിനിമ ചെയ്യുന്നു എന്ന വാർത്തകൾ ഏറെ കാലമായി വരുന്നുണ്ടെങ്കിലും സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. പരീക്ഷണാടിസ്ഥാനത്തിൽ വേറിട്ട സിനിമകൾ മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യുന്ന മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും ഗൗതം മേനോന്റെ ആദ്യ മലയാള സിനിമ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറും ഒരു നിസ്സാര പടമായിരിക്കില്ല എന്നാണ് സിനിമാ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നിലവിൽ ഗൗതം മേനോൻ സംവിധാനം ചെയ്ത വിക്രം നായകനായ ധ്രുവ നക്ഷത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. 13 വർഷം നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പാണ് ധ്രുവ നക്ഷത്രത്തിന്റേത്. 2021 മിന്നലെ എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ തുടക്കം കുറിച്ചതാണ് ഗൗതം വാസുദേവ് മേനോൻ. പിന്നീട് കാക്ക കാക്ക, വേട്ടയാട് വിളയാട്, വാരണമായിരം, വിനയ് താണ്ടി വരുവായ തുടങ്ങി ഒത്തിരി ഹിറ്റുകൾ തമിഴ് സിനിമയ്ക്ക് നൽകി. വാരണമായിരവും വിനയ് താണ്ടി വരുവായും എല്ലാം കണ്ട മലയാളികൾ അന്നേ ആഗ്രഹിച്ചതാണ് ഗൗതം മേനോന്റെ ഒരു മലയാളം എൻട്രി. അതേസമയം മമ്മൂട്ടി കമ്പനി ഇപ്പോൾ മലയാളത്തിലെ വിജയ ചിത്രങ്ങളുടെ ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, കണ്ണൂർ സ്ക്വാഡ്, കാതൽ ദി കോർ, ടർബോ എന്നിങ്ങനെ ഏറ്റെടുക്കുന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ്. മമ്മൂട്ടി നായകനായി വേഷമിട്ട ചിത്രമായി ഒടുവിലെത്തിയത് വൈശാഖിന്റെ സംവിധാനത്തിലെത്തിയ ടർബോയാണ്. മമ്മൂട്ടിയുടെ ടർബോ റിലീസിന് 6 കോടി രൂപയിലധികം നേടിയാണ് 2024 ഒന്നാമതെത്തിയത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.